അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അലാ ഉഹദ്ദിസുകും അനിൽ ഖദർ, ഖദർ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന്. ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, ബലാ യാ റസൂലല്ലാഹ്, അതെ, ഞങ്ങൾക്ക് ഖിദർ നബിയെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്. ഖിദർ എന്നും ഖദർ എന്നും ഹദീസിലുണ്ട്. ഫതഹ് കൊണ്ടും കസ്ർ കൊണ്ടും വായിക്കാം എന്നർത്ഥം. ഖാല, നബി തങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി, ബൈനമാ ഹുവ ദാത്ത യൗമിൻ യംശി ഫീ സൂഖി ബനി ഇസ്രായീൽ, ഇസ്രായേലിയരുടെ ഒരു ടൗണിൽ മഹാനായ ഖിദർ നബി അലൈഹി സ്വലാം ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അബ്സറഹു റജ്ലുൻ മുകാത്തബുൻ, സ്വതന്ത്രപത്രം എഴുതപ്പെട്ട ഒരു അടിമ ഖിദർ നബി അലൈഹി സ്വലാമിനെ കണ്ടു. സ്വതന്ത്രപത്രം എഴുതപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്ര കാശ് നിങ്ങൾക്ക്, ഞാൻ സ്വതന്ത്രനാകാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് ഒരു യജമാനനോട് അടിമ ചോദിക്കുമ്പോൾ, എനിക്ക് 1 ലക്ഷം, 10 ലക്ഷം നീ നൽകിയാൽ നീ സ്വതന്ത്രനായി എന്ന് കരാർ എഴുതിയ അടിമ. അങ്ങനത്തെ ഒരു അടിമയെ കണ്ടു. ഫഖാല, അപ്പോൾ ആ അടിമ ഖദർ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, തസദ്ദഖ് അലയ്യ ബാറക്കല്ലാഹു ഫീക്, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും സ്വതക്ക ചെയ്യുക, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഫഖാല ഖിദർ, അപ്പോൾ ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ആമൻതു ബില്ലാഹ് മാ ശാ അല്ലാഹു മിൻ അംറിൻ യകൂൻ മാ ഇൻദി ശൈഉൻ ഉഅതീകഹു, ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒരാളാണ്. അല്ലാഹു തീരുമാനിച്ചതേ നടക്കൂ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നൽകാൻ എൻ്റെ അരികിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഫഖാലൽ മിസ്കീനു, അപ്പോൾ ആ മിസ്കീനായ അടിമ പറഞ്ഞു, അസ്അലുക ബിവജ്ഹില്ലാ ലമാ തസദ്ദഖ്ത അലയ്യ ഫഇന്നീ നദർതു السماحة في وجهك ورجوت البركة عندك. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും തരണം. നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് നിങ്ങൾ നല്ലോണം ധർമ്മം കൊടുക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങളുടെ ബറക്കത്ത് കിട്ടിയിട്ട് ഞാൻ പോകൂ. അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരണം എന്ന് ആ അടിമ, മിസ്കീനായ ആ അടിമ വീണ്ടും ഖിദർ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. നബി തങ്ങൾ ഖിദർ നബിയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് വിവരിച്ചു കൊടുക്കുകയാണ്. ഫഖാലൽ ഖദിറു, അപ്പോൾ ഖദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ആമൻതു ബില്ലാഹി മാ ഇൻദി ശൈഉൻ ഉഅതീകഹു ഇല്ലാ അൻ തഅഖുദനി ഫതബിഅനി. നിങ്ങൾ അള്ളാഹുവിനെയൊക്കെ മുൻനിർത്തിയിട്ട് ചോദിച്ചുകൊണ്ട് പറയാം, അള്ളാഹിനെ മുൻനിർത്തി ഒരാളൊരു കാര്യം ചോദിച്ചാൽ നമ്മളത് കൊടുക്കാൻ നിർബന്ധിതനല്ല. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് എന്തെങ്കിലും നൽകണം എന്നൊരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ നമുക്കത് കൊടുക്കൽ നിർബന്ധമായി എന്നാണ്. അപ്പം ഇങ്ങനെ ഇയാൾ ചോദിച്ചപ്പോൾ, അള്ളാഹിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കണം, നിങ്ങൾ എന്തെങ്കിലും തന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹിനെ മുൻനിർത്തിയിട്ട് പറഞ്ഞുകൊണ്ട് പറയണം, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നൽകാൻ ഒന്നും എൻ്റെ അരികിൽ ഇപ്പോൾ ഇല്ല. വേണമെങ്കിൽ ഉണ്ട് എന്ന് പറയാനുള്ളൊരു സംഗതി, എൻ്റെ ശരീരം നിങ്ങൾ കൊണ്ടുപോയിട്ട് വിൽക്കലാണ്. നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാം, നിങ്ങളെന്നെ വിറ്റോളി, ആ കിട്ടുന്ന കാശ് നിങ്ങൾ എടുത്തോളി. ഇതല്ലാത്ത ഒരു മാർഗം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരാൻ ഒന്നും പടച്ചാൻ വിചാരിച്ചിട്ടില്ല. വഹൽ യസ്തഖീമു ഹാദാ, അല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നടക്കും? അപ്പോൾ അത് നടക്കുന്ന കാര്യം തന്നെയാണ് ഈ പറയുന്നത്. ഖാല, പറഞ്ഞു, ഞാൻ പിന്നെ അഖൂലു ലഖദ് സഅൽതനി ബി അംറിൻ അദീം, ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണം നിങ്ങൾ വല്ലാത്ത ഒരു ചോദ്യമാണ് ചോദിച്ചത്. അള്ളാഹിനെ മുൻനിർത്തിയല്ലേ നിങ്ങൾ ചോദിച്ചത്? അള്ളാഹിനെ മുൻനിർത്തി നിങ്ങളൊന്നും തരാതെ തന്നെ മടക്കി വിടരുത് എന്നല്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? അത് വല്ലാത്തൊരു ചോദ്യമല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ ബാധ്യസ്ഥനായിരിക്കും. ആ ചോദ്യം ചോദിച്ചോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് വിറ്റോളി, ഇതാ ഞങ്ങൾ കൂടെ വരാം. ഖിദർ നബി അലൈഹി സ്വലാം
അമ്മാ ഇന്നി ലാ ഉഖയ്യിബുക ബിവജ്ഹി റബ്ബി, അതുകൊണ്ട് അള്ളാനെ മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഒരിക്കലും ഞാൻ ഖായിബാക്കി വിടുന്നില്ല. അതുകൊണ്ട് ബിഅനിഹി, നിങ്ങൾ എന്നെ വിറ്റോളൂ. ഖിദർ നബി അലൈഹി ഇസ്ലാം വീണ്ടും ഖാല ഫഖദ്ദമഹു ഇല സൂഖി. ഈ ഖിദർ എന്ന് പറയുന്നത് ഒരു പ്രവാചകനാണ്, നമുക്കറിയാമല്ലോ. എത്രയോ മുൻപുള്ള പ്രവാചകന്മാരുടെ കാലത്ത് ജീവിച്ച ഒരാളാണ് ഖിദർ നബി അലൈഹി സ്വലാം. മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ ചോദിച്ചു, എൻ്റെ ലോകത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്താ എനിക്ക് സംശയം, ഞാൻ തന്നെ വലിയ വിവരസ്ഥൻ, ഇന്ന് ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ. അപ്പോൾ അള്ളാഹു താല പറഞ്ഞു, മൂസാ നബി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, നിങ്ങളെക്കാളും വിവരമുള്ള ആൾക്കാർ ഇവിടെ അല്ലേ? ആരാ? ഞാൻ അറിയാത്തതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞു, എനിക്കറിയില്ലല്ലോ. എന്നാ ഉണ്ട്. മജ്മഉൽ ബഹ്റൈനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളുണ്ട്, നിങ്ങൾ അവിടെ ചെല്ലും, അപ്പോൾ നിങ്ങൾ കാണും ഒരാൾ, അയാൾ നിങ്ങളെക്കാൾ വിവരമുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ മജ്മഉൽ ബഹ്റൈനിൽ പോയപ്പോൾ എങ്ങനെയാണ് അങ്ങനെ കാണുന്നത്? അതിനൊരു മീൻ കയ്യിൽ പിടിച്ചോളി, ജീവല്ലാത്തൊരു മീൻ കയ്യിൽ പിടിച്ച് പോവുക. നിങ്ങളിങ്ങനെ പോകുമ്പോൾ എവിടെ നിന്നാണോ ആ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ മീൻ വെള്ളത്തിലേക്ക് ചാടുന്നത്, അവിടെ മൂപ്പരുണ്ടാവുന്നത്. ഏതായിരുന്നാലും ആളെ കണ്ടെത്തി നോക്കുമ്പോൾ അത് ഖിദർ നബി അലൈഹി ഇസ്ലാമായിരുന്നു. പിന്നെയുള്ള സംഭവമാണ് സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു തആല പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഈ ചരിത്രം ഇവിടെ കിടക്കും. അപ്പോൾ ഏതായിരുന്നാലും ആ ഖിദർ നബി അലൈഹി ഇസ്ലാം ഒരു മനുഷ്യനായി സാധാരണ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന പ്രവാചകനാണല്ലോ, ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള പ്രവാചകനാണല്ലോ ഖിദർ നബി. 4 ആളുകൾ മരിച്ചിട്ടില്ല എന്നാണ്, 4 പ്രവാചകന്മാർ, അതിലൊരാളാണ് ഖിദർ നബി അലൈഹി സ്വലാം. അതുകൊണ്ട് ഒരു സാധാരണക്കാരനായി ഇങ്ങനെ നടക്കുക ഇസ്രായേലിൻ്റെ ടൗണിലൂടെ. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ എന്നെ കൊണ്ടുപോയി വിറ്റോളിയെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഫഖദ്ദമഹു ഇല സൂഖി, ടൗണിലേക്ക് അദ്ദേഹത്തെയും കൂട്ടി കൊണ്ടുപോയി. ഫബഅഹു, എന്നിട്ട് ഖിദർ നബിയായി മിസ്കീനായ അടിമ വിറ്റു. ബി 400 ദിർഹമിൻ, 400 രൂപ കിട്ടി. 400 രൂപയ്ക്ക് ഖിദർ നബിയെ വിറ്റു. അയാൾക്കറിയില്ല ഇത് ഖിദർ നബി, അതാർക്കാർ. ഫമകസ ഇൻദൽ മുസ്തരി സമാനൻ ലാ യസ്തഅമിലുഹു ഫി ഷൈ, അങ്ങനെ ഒരാൾ വാങ്ങിച്ചുകൊണ്ടുപോയി. വയസ്സനായ ഒരാളാണ് ഭാവത്താൽ. അതുകൊണ്ട് ആ അടിമയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഉടമസ്ഥൻ ഒന്നും അയാളെ കൊണ്ട് പറയുന്നില്ല. തിന്നാൻ കൊടുക്കുക, തിന്നാൻ മുപ്പരിക്കുക, മുപ്പരിഭാഗത്ത് ചെയ്യുന്നല്ലാതെ അടിമയെ കൊണ്ട് ഒരു ജോലിയും കൊണ്ടുപോയ ആൾ നിർവഹിക്കുന്നില്ല. ഫഖാല, അപ്പോൾ ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നമശ്തറൈതനി ലിൽതിമാസി ഖൈറിൻ ഇൻദി, എൻ്റെ അരികിൽ നിന്ന് വല്ലതും നേടാനല്ലയോ നിങ്ങൾ എന്നെ വാങ്ങിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഫൗസ്നി ബിഅമലിൻ, എന്തെങ്കിലും അമലൊക്കെ എന്നെ ഏൽപ്പിക്കാം എന്ന് ഖിദർ നബി അലൈഹി സ്വലാം അടിമയായി ചെന്ന ആ വീട്ടുകാരനോട് പറഞ്ഞു. അദ്ദേഹത്തിന് അറിയില്ല ഇത് ഖിദർ നബിയാണെന്ന്. നബി തങ്ങൾ രംഗം വിശദീകരിക്കുകയാണ്. ഫഖാല, അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, വാങ്ങിച്ചു കൊണ്ടുപോയ ഉടയൻ പറഞ്ഞു, അക്റഹു അൻ അശുഖ അലൈക ഇന്നക ശൈഖുൻ കബീറുൻ ദഈഫുൻ, നിങ്ങൾ വയസ്സനായി പ്രായമെത്തി ദുർബലനായ ഒരു മനുഷ്യനോട് അടിമയായിട്ടാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതെങ്കിലും എങ്ങനെയാണ് നിങ്ങളെ ജോലി ചെയ്യിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരിക്കുകയാണ്. നിങ്ങളെ കണ്ടിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ തോന്നുന്നില്ല, പ്രായമായല്ലേ. സംഗതി വാങ്ങും ചെയ്തു, ഇവിടെ എത്തും ചെയ്തു, വേറൊക്കെയായി. പിന്നെ ഇബാദത്തൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മടുപ്പായി. ഖാല, അപ്പോൾ പറഞ്ഞു, ലൈസ യശുഖു അലൈഹി, എനിക്കും ഒരു ജോലിയും പ്രശ്നമൊന്നുമില്ല കേട്ടോ, എന്ത് ജോലി നിങ്ങൾ എന്നെ ഏൽപ്പിക്കാം, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല, വയസ്സും പ്രായമൊക്കെ കാഴ്ചയിലുള്ളൂ, ഞാൻ നല്ല ആരോഗ്യവാനാണ്. ഖാല, അപ്പോൾ പറഞ്ഞു, ഖും ഫൻഖുൽ ഹാദിഹിൽ ഹിജാറ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരും. ആ ഒരു വലിയ പാറക്കല്ല് കണ്ടില്ല എൻ്റെ മുറ്റത്ത്, വലിയൊരു മുട്ടം പാറക്കല്ല. വക്കാന ലാ യൻഖുലുഹാ ദൂന 6 നഫരിൻ ഫീ യൗമിൻ, ഒരു ദിവസം 6 ആളുകൾ ജോലി ചെയ്ത് മാറ്റേണ്ട ഒരു പാറക്കല്ലാണ്. ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ജോലി. ഫഖറജ الرجل لبعد حاجته ثم انصرف, മുതലാളി ഇതും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അങ്ങ് പുറത്തു പോയപ്പോൾ ഫഖദ് നഖദൽ ഹിജാറത ഫീ സഅ, ചെറിയ സമയം കൊണ്ട് മൂപ്പർ തിരിച്ചു വന്നപ്പോൾ പാറക്കല്ല്
ബടിയാക്കി, വെടിപ്പാക്കി, അത് നീക്കി. ഫഖാല, അപ്പം മുതലാളി വന്നിട്ട് പറഞ്ഞു, അഹ്സൻത വഅജ്മൽത വഅത്ലഖ്ത മാ ലം അറക തുതീഖുഹു. നിങ്ങളാൾ കൊള്ളാലോ, ഗംഭീരം തന്നെ കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങളെ ഈ ശരീരവും രൂപഭാവമൊക്കെ കണ്ടപ്പോൾ ഇങ്ങെത്രത്തോളം ജോലിയെടുക്കാൻ പറ്റുന്ന ആളാണെന്ന്. നല്ല ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നല്ല ഒരു മുതലാളിയാണ്. സുമ്മ അറദലിൽ സഫറുൻ, നബിതങ്ങൾ വിവരിക്കുകയാണ്, കഥ വിവരിക്കുകയാണ്. പിന്നെ മുതലാളിക്ക് ഒരു യാത്രയുണ്ടായി. ഫഖാല, അപ്പ മുതലാളി പറഞ്ഞു, ഇന്നി അഹ്സബുക അമീനാ ഫഖ്ലുഫ്നി ഫീ അഹ്ലിഹി ഖിലാഫതൻ ഹസനാ. അടിമയോട് പറയാം, പിന്നെ എനിക്കൊരു യാത്ര പോകാണ്ട്, അപ്പോൾ ഞാൻ പോയി വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല മട്ടത്തിൽ നിങ്ങൾ നോക്കി നടത്തി. നിങ്ങളെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിൽ കൊടുക്കലും വാങ്ങലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്നത് ഞാൻ പറയുന്നില്ല, എല്ലാം മട്ടം പോലെ നിങ്ങളങ്ങ് ഏൽപ്പിച്ചു. ഞാൻ പോയി വരുന്നത് വരെ നിർവഹിച്ചോളിയാണ്. ഖാല, അപ്പോൾ പറഞ്ഞ ഔസുനി ബി അമലിൻ, എന്തെങ്കിലുമൊക്കെ ഒരു ജോലി എന്നോട് പറഞ്ഞേൽപ്പിച്ചാൽ കൊള്ളാമായിരുന്നു. ഖിദർ നബി അലൈഹിസ്സലാം പറയാണ്, ഖാല, അപ്പോൾ പറഞ്ഞു, ഇന്നി അക്റഹു അൻ അശുഖ അലൈക, എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ഖാല, അപ്പോൾ പറഞ്ഞു, ലൈസ യശുഖു അലയ്യ, എനിക്ക് ഒരു ജോലിയും പ്രയാസമില്ല. നിങ്ങളെന്നെ അടിമയായിട്ട് വാങ്ങിക്കൊണ്ടുവന്നല്ലേ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി എന്നോട് ഏൽപ്പിക്കും, നിങ്ങൾ എന്ത് ജോലി ഏൽപ്പിച്ചാലും എനിക്കതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ പറഞ്ഞു, ഫദ്രിബ് മിനൽ ലബിനി ലിബൈതി ഹത്താ അഖ്ദമ അലൈക, എന്നാൽ ഞാൻ പോയി തിരിച്ചു വരുന്നതുവരെ ഒരു വീടുണ്ടാക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, അതിനുള്ള കല്ലൊക്കെ നിങ്ങൾ എൻ്റെ ഈ ഭൂമിയിൽ നിന്ന് വെട്ടിയുണ്ടാക്കിക്കോളിങ്ങ. അടിമയോട് വീടുണ്ടാക്കാനുള്ള കല്ല് വെട്ടിയുണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. ഖാല ഫമർറ റജുലു ലിസഫരിഹി, അങ്ങനെ ആ മനുഷ്യൻ ഇതൊക്കെ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു ഉടൻ യാത്രക്ക് പുറപ്പെട്ടു. ഖാല ഫറജഅ അർ-റജുലു വശഹിദ സയ്യിദ ബിനാ, യാത്രയൊക്കെ തിരിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്ന കാഴ്ച, വഖദ് സയ്യിദ ബിനാ, വീടുണ്ടാക്കാൻ വേണ്ടി കല്ല് വെട്ടാൻ ഏൽപ്പിച്ചിട്ടാണ് പോയത്. വന്ന് നോക്കുമ്പോൾ നല്ല ഒരു അമ്പലച്ചമ്പിയായ ഒരു കൊട്ടാരം തന്നെ ഈ അടിമ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖാല, അയാൾ ചോദിച്ചു, അസ്അലുക ബിവജ്ഹില്ലാഹിൽ മാസ് മാ സബബുക വമാ അംറുക. ഈ ഒടയൽ ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അള്ളാനെ മുൻനിർത്തി നിങ്ങളോട് ചോദിക്കുക, അല്ല സത്യത്തിൽ നിങ്ങൾ ആരാണ്? ഇങ്ങനെയൊക്കെ ഒരു ചെറിയ കാലയളവിൽ വീടുണ്ടാക്കാൻ മാത്രം നിങ്ങൾക്ക് കിട്ടിയ സിദ്ധി അത് എവിടെ നിന്നാണ്? അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. കാരണം ഓരോരോ അത്ഭുതങ്ങളും ഈ അടിമയിൽ നിന്ന് വീട്ടിൻ്റെ ഉടമസ്ഥൻ കാണുമ്പോൾ അയാൾക്ക് ഇയാളും ഭയങ്കര അത്ഭുതം നിറഞ്ഞൊരു മനുഷ്യനാണെന്ന് ഇങ്ങനെ ഓരോ ദിവസവും അയാൾ ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടി കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, അയാൾ ചോദിച്ചു, അള്ളാനെ വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, സത്യത്തിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അതൊന്ന് എനിക്ക് വിശദീകരിച്ചു തരുമെന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ പറഞ്ഞു, സഅൽതനീ ബിവജ്ഹില്ലാഹ്, അള്ളാനെ മുൻനിർത്തി തന്നെയാണ് നിങ്ങളും ചോദിക്കുന്നത്. ഫവജ്ഹുല്ലാഹി ഔഖാനി ഫീ ഹാദിഹിൽ അബൂദിയ, അള്ളാനെ വിചാരിച്ചിട്ട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇപ്പോൾ ഞാൻ ഈ അടിമ വേല ചെയ്യേണ്ടി വന്നത്. അള്ളാനെ വിചാരിച്ച് നിങ്ങളൊന്നും തരാതെ തന്നെ വിടരുതെന്ന് പറഞ്ഞപ്പോൾ, ഒന്നും തരാൻ നിങ്ങളടുത്ത് എൻ്റെ അടുത്ത് ഒന്നുമില്ല, അവസാനം നിങ്ങൾ എൻ്റെ ശരീരം കൊണ്ട് വിറ്റോളി എന്ന് പറഞ്ഞിട്ട് അടിമയായി വിറ്റിട്ടല്ലേ ഇവിടെ വന്നത്. കാരണം അള്ളാനെ വിചാരിച്ചിട്ട് ഒരാളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നിർവഹിച്ചു കൊടുക്കാൻ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് പറഞ്ഞ അള്ളാനെ വിചാരിച്ചിട്ട് ഒരാൾ ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഫഖാലൽ ഖിദ്റു, ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞു, സൗഹദ്ദിസുക മൻ അനാ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വിവരിച്ചു തരാം. അനൽ ഖദിറുല്ലദീ സമിഅത ബിഹി, നിങ്ങൾ ഖിദ്ർ എന്ന് കേട്ടിട്ടുണ്ടോ? ഖിദ്ർ നബി നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ആ പറയുന്ന വ്യക്തിയാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്, എങ്ങനെ അപ്പോൾ ഇവിടെ എത്തിയത്? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, സഅലനീ മിസ്കീനുൻ സദഖത്തൻ ഫലം യകുൻ ഇൻദീ ശൈഉൻ അഅ്തീഹി,
ഒരു മിസ്കീൻ വന്നിട്ട് എന്നോട് എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചു. എൻ്റെ അരികിൽ ഒന്നും ഉണ്ടായില്ല. ഫസഅലനീ ബിവജ്ഹില്ലാഹ്. അപ്പോൾ അയാൾ വീണ്ടും എന്നോട് അള്ളാഹിൻ്റെ വജ്ഹ് വിചാരിച്ച്, അള്ളാഹിനെ വിചാരിച്ച് നിങ്ങൾ എന്നെ തരാതെ വിടരുത് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഫഅംകനതുഹു മിൻ റഖബതി, ഞാൻ എൻ്റെ ശരീരത്തെ അദ്ദേഹത്തിന് കൊടുത്തു. എന്നെ കൊണ്ടുപോയി നിങ്ങൾ വിറ്റോളി, ഇതല്ലാതെ എനിക്കൊന്നും തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഫബാനി, അയാൾ എന്നെ കൊണ്ടുപോയി വിറ്റു. നിങ്ങൾ വാങ്ങി, ഞാൻ ഇവിടെ എത്തി. ഇതന്നെ സംഭവം. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് അന്നഹു മൻ സുഇല ബിവജ്ഹില്ലാഹി ഫറദ്ദ സായിലഹു വഹുവ യഖ്ദിറു വഖഫ യൗമൽ ഖിയാമത്തി ജിൽദുഹു വലാ ലഹ്മ ലഹു യതഖഅഖഉ. അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം, ഒരു മസ്അല ഞാൻ നിങ്ങളെപ്പോൾ പഠിപ്പിച്ചു തരാം. നിങ്ങളോട് ആരെങ്കിലും, ഒരു മനുഷ്യനോട് ആരെങ്കിലും അള്ളാഹിനെ വിചാരിച്ചിട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാൻ കഴിവുണ്ടായിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ വന്നു നിൽക്കേണ്ടി വരും. അവൻ്റെ ശരീരം ഇങ്ങനെ വിറക്കുന്ന അവസ്ഥയിൽ പടച്ചവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ? അപ്പോൾ ഒന്നും തരാനില്ല. അള്ളാനെ മുൻനിർത്തി എന്നോട് ചോദിച്ചു, എനിക്കൊന്നും കൊടുക്കാനുമില്ല. അവസാനം എൻ്റെ ശരീരം ഞാൻ കൊണ്ടുപോയി വിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം വിറ്റു, നിങ്ങൾ വാങ്ങി, ഞാനിപ്പോൾ ഇവിടെ എത്തി. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ നല്ല തഖ്വയുള്ള മനുഷ്യനാണ് വാങ്ങിക്കൊണ്ടുപോയത്. ഫഖാല റജുലു, അയാൾ പറഞ്ഞു, ആമൻതു ബില്ലാഹ് ശഖഖതു അലൈക യാ നബിയല്ലാഹ് ലം അലം. എനിക്കത് കേട്ടിട്ട് വല്ലാത്ത പ്രയാസമായി. നിങ്ങളൊരു പ്രവാചകനാണ്, നിങ്ങളാണ് ഖിദർ. നിങ്ങളെ കൊണ്ടാണോ ഞാൻ ഇത്രയും ഭാരമുള്ള ജോലി ചെയ്യിപ്പിച്ചത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്ത വിഷമമായി. ഖാല, അപ്പോൾ ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ലാ ബഅസ, അത് പ്രശ്നമില്ല. അഹ്സൻത വഅത്ഖൻത, നിങ്ങൾ നല്ല ആളെന്നെ, നിങ്ങൾ നല്ലത് മാത്രമേ എന്നോട് കൽപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞതിൽ ഒന്നും എനിക്കൊരു വിഷമവും നേരിട്ടിട്ടില്ല. ഫഖാല റജുലു, അപ്പോൾ മുതലാളി പറഞ്ഞു, ബി അബീ അൻത വ ഉമ്മി യാ നബിയല്ലാഹ് ഉഹ്കും ഫീ അഹ്ലി വ മാലി ബിമാ ശിഅത അവ ഇഖ്തർ ഫൗഖല്ലി സബീലക. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമ്പത്തിൽ, എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇടപെട്ട കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതൊക്കെ നിങ്ങൾക്കെടുക്കാം. നിങ്ങളെ ഞാൻ പാട്ടിന് വിട്ടിരിക്കുന്നു, അടിമത്വത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. എന്തെങ്കിലും ഞാനും നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടേക്കണം, നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഉഹിബ്ബു അൻ തുഖല്ലിയ സബീലി ഫഅബ്ദു റബ്ബി. അപ്പോൾ പറഞ്ഞു, ഒന്നും വേണ്ട, നിങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചാൽ മതി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ നിങ്ങളെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞു. ഫഖാല അൽ ഖിദർ, അപ്പോൾ ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഔസഖനി ഫിൽ ഉബൂദിയതി സുമ്മ നജ്ജാനി മിൻഹാ. എന്നെ അടിമയാക്കി മാറ്റുകയും പിന്നെ അതിൽ നിന്ന് സ്വതന്ത്രനാക്കി മാറ്റുകയും ചെയ്ത റബ്ബേ, നിനക്കാണ് സർവസ്തോത്രങ്ങളുമെന്ന് മഹാനായ ഖിദർ നബി അലൈഹി സ്വലാം അതിന് മറുപടി പറയുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം കണ്ടോ? ഒരു പ്രവാചകന്റെ എളിമയും ഒരു പ്രവാചകന്റെ താഴ്മയും നിങ്ങൾ നോക്കൂ എത്രയാണ്. ഒരു അടിമവേല ചെയ്യാൻ മാത്രം ഒരു പ്രവാചകൻ താഴ്മയുള്ളവനാണ്. അതിൻ്റെ കാരണം, അള്ളാനെ വിചാരിച്ച് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റൂ എന്ന് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ ഞാൻ നിർബന്ധിതനായി. പക്ഷേ എൻ്റെ അരികിൽ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ശരീരം കൊണ്ടുപോയി വിറ്റോളി, കിട്ടുന്ന മുതലുകൾ എടുത്തോളി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തി. അപ്പോൾ അള്ളാനെ മുൻനിർത്തി നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതൊരു അവസാനത്തെ ചോദ്യമാണ്. പക്ഷെ ഒരാൾ അങ്ങനെ നമ്മളോട് ചോദിച്ചാൽ ഉള്ളത് എന്തെങ്കിലും അയാൾക്ക് കൊടുത്തേ പറ്റും. ഉണ്ടല്ലോ, വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യം തേടിയാൽ അത് നൽകാൻ നിർബന്ധമാണല്ലോ. കേസിലൂടെ കൊടുക്കാൻ, സുപ്രീം കോടതി കൊടുക്കാൻ
നിയമമില്ലാത്ത കാര്യം പോലും വിവരാവകാശ നിയമപ്രകാരം തേടിയാൽ കൊടുക്കണമെന്നാണ് എന്ന് പറഞ്ഞ മാതിരിയുടെ ഒരു ചോദ്യമാണിത്. അള്ളാനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒരു പ്രവാചകൻ്റെ എളിമയും താഴ്മയുള്ള ജീവിതവും നമുക്ക് വലിയ പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഈ മഹത്തായ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരമുള്ള സൽക്കർമ്മമായി ഞങ്ങളുടെ അമലുകളെ നീ കാണിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹിദായത്ത് നീ നിലനിർത്തണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ മഹത്തായ മജ്‌ലിസിന്റെ സവാബിനെ ഈ പള്ളിയുടെ ഓരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളുടെ അർവാഹുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.